ഹായ് ഹലോ എവരിവൺ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഒരു ടേസ്റ്റി ആയ സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ മോൺസൂൺ സമയത്തൊക്കെ ഈ മയത്ത് ഈവനിങ് സമയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്തിട്ട് മറക്കാണ്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകരം നമ്മൾ ജാഗരിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക, പിന്നെ 1 ഇഞ്ച് പട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫസ്റ്റ് പൗഡർ ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 2 എണ്ണം ബനാന ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ആക്കിയിട്ടുള്ള കോക്കനട്ട് ഒന്നും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും വീണ്ടും കൂടി പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ നോർമൽ റവ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. നെക്സ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണ് ഗ്രേറ്റ് ആക്കിയിട്ടുള്ള കോക്കനട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മൊത്തം മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിന് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം നല്ല പോലെ മിക്സ് ചെയ്യാം. ലംസ് ഒന്നും കെട്ടാതെ പോലെ നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതിന്റെ ബാറ്റർ കൺസിസ്റ്റൻസി നല്ല ഒരു തിക്കായിട്ടും വേണ്ട ലൂസായിട്ടും വേണ്ട, കുറച്ച് കട്ടിക്കായിട്ട് ബാറ്റർ ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ റെഡി ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതൊന്നും ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ മീഡിയം ഹീറ്റ് ആയ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പോലെ കയ്യിൽ ഒരു ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. സ്പൂണിലും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു വെന്തി കിട്ടൂല, നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 to 7 മിനിറ്റ് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഇതൊന്നും എടുക്കാം. ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മോൺസൂൺ സ്നാക്ക് റെഡിയായി. ഈവനിങ് ചായന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഐ ഹോപ്പ് ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.